ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കപ്പിൾ കേസുകളെ പറ്റിയിട്ടാണ്. ഞാൻ കാണുന്ന ഒരുപാട് കപ്പിൾ കേസുകളിൽ പ്രധാനമായിട്ടുണ്ടാവുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സ്കില്ല് ഡെഫിസിറ്റാണ്. ഏതെങ്കിലും ഒരു പങ്കാളിക്ക് ഉണ്ടാവുന്ന സ്കില്ല് ഡെഫിസിറ്റ്. ഈ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യത്തിൽ നമുക്ക് സ്കില്ല് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അസേർട്ടീവ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, അങ്ങനെ കുറേ സ്കില്ലുകളുണ്ട്. ഇപ്പോൾ ഒരു പങ്കാളി നമ്മളോട് ചൂടാവുന്ന സമയത്ത് ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് സമാധാനത്തിൽ അത് കേട്ട് നിൽക്കാനുള്ള ഒരു ക്ഷമ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അതേപോലെ ഒരുപാട് സ്കില്ല് വേണം. അപ്പോൾ പ്രധാനമായിട്ടും വേണ്ട ഒരു സ്കില്ലാണ് അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞ സ്കില്ല്. അസേർട്ടീവ്നെസ് സ്കില്ലിന് മലയാളത്തിൽ എങ്ങനെ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ പറഞ്ഞ് പിടിച്ച് നിൽക്കാം, എങ്ങനെ വേദനിപ്പിക്കാത്ത തരത്തിൽ നോ പറയാം. ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ചോദിക്കുകയാണ്, ഇന്ന് നമുക്കിങ്ങനെ പോവാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇന്ന് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ വരായിരുന്നു അതുകൊണ്ടാണ്, നിങ്ങളെ ഉമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് അത്ര ഒരു ഇതാവാത്തതിനെ കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഉമ്മേനോട് എനിക്കിഷ്ടം, അങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ളൊരു സ്കില്ല്. അതായത് എസ്കേപ്പ് ആവാ, സ്കൂട്ട് ആവാ എന്നൊക്കെ പറയുന്ന പോലെ നൈസായിട്ട് നമ്മുടെ നീഡ് സക്സസ്ഫുൾ ആവും. നമുക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അത് ഒരാളോട് പറഞ്ഞ് നല്ല രീതിക്ക് മനസ്സിലാക്കി സക്സസ്ഫുൾ ആക്കി എടുക്കുന്ന ഒരു രീതി. ഇതിപ്പോൾ ഹസ്ബൻഡിന് ഭാര്യനോടായാലും ചെയ്യുക, ഭാര്യക്ക് ഭർത്താവിനോട് ചെയ്യുക, ഉമ്മനോട്, ഇൻലോസിനോട്, അമ്മായിയമ്മനോട്, അങ്ങനെ എല്ലാ സ്ഥലത്തിലും നമുക്ക് ഇങ്ങനെ ഒരു അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന ഒരു സ്കില്ല് ആവശ്യമുണ്ട്. ഞാൻ കണ്ട കേസുകളിലൊക്കെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഭർത്താവിനാണ് കൂടുതൽ അസേർട്ടീവ്നെസ് സ്കില്ല് ആവശ്യമെന്നാണ്. ഭാര്യമാർക്ക് ഇങ്ങനെയുള്ള ഒരു സ്കില്ല് വേണ്ട എന്നല്ല പറയുന്നത്. സ്വന്തം ഇൻലോസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്വന്തം വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും മക്കളെയും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരാൾക്ക് അസേർട്ടീവ്നെസ് സ്കില്ല് വേണം. ചില ആൾക്കാർ ജന്മനാലേ അസേർട്ടീവ് സ്കില്ല് ഉള്ള ആൾക്കാരെ പോലെ ഉണ്ടാവും. ചില ആൾക്കാർ അത് കണ്ടുപഠിച്ചതായിരിക്കും. ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ കണ്ടുപഠിച്ച് ട്രെയിൻഡ് ആയവരായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരുടെ പാരൻസ് അസേർട്ടീവ് ആണെങ്കിൽ അവരുടെ കുട്ടികളും അത് കണ്ടുപഠിച്ച് അവർ നല്ല അസേർട്ടീവ് ആയിരിക്കും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അസേർട്ടീവ് സ്കില്ലും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ഉണ്ടാവണം. ചില ആൾക്കാർ, ഉദാഹരണത്തിന് കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അവൾക്ക് തീരെ ഒരു സ്കില്ലില്ല, അവൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അവളുടെ റൂമിലിരിക്കും, അവൾ നമ്മളോടൊന്നും കമ്പനി ആവാൻ വരില്ല, അവൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും മൈൻഡ് ആക്കാതെ ആദ്യം തന്നെ റൂമിലേക്ക് അങ്ങോട്ട് പോകും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അസേർട്ടീവ് സ്കില്ല് അറിയുന്ന ഒരാൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കയറി വന്നു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, ഞാൻ ആകെ വേർത്ത് ഇപ്പോൾ വരേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുങ്ങും. അവർ പിന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. പക്ഷേ കണ്ടില്ലേ അവൾ ഒന്നും പറയാതെ അങ്ങോട്ട് പോയി, കണ്ടില്ലേ മൈൻഡ് ആക്കിയില്ല എന്നൊന്നും ചീത്തപ്പേര് മേടിച്ചെടുക്കില്ല. ഇവർ നല്ല രീതിക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഇൻലോസിൻ്റെ പ്രശ്നങ്ങൾ, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് അമ്മായിയമ്മയോടുള്ള ഇൻലോസിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്കില്ല് വേണം, ഇങ്ങനത്തെ അസേർട്ടീവ് സ്കില്ല് വേണം എന്ന് തോന്നിയത് പുരുഷന്മാർക്കാണ്, അതായത് ഹസ്ബൻഡിനാണ്. അപ്പം ഞാനിവിടെ നമ്മുടെ സൈക്കോളജിയിലെ നമ്മുടെ സ്റ്റുഡൻസിനോടും സൈക്കോളജിസ്റ്റ് ജൂനിയേഴ്സിനോടും ഒക്കെ പറയുന്നൊരു പേരുണ്ട്, എടോ ആ ഹസ്ബൻഡിന് തീരെ സാൻഡ്വിച്ച് സ്കില്ലില്ല എന്ന്. ഈ സാൻഡ്വിച്ച് സ്കില്ല് എന്ന് പറഞ്ഞൊരു പേര് ഞാൻ തന്നെ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി പറയുന്ന ഒരു പേരാണ്. അപ്പോൾ അസേർട്ടീവ് സ്കില്ലിൽ തന്നെ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാൻഡ്വിച്ച് സ്കില്ല് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ നിൽക്കുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു പെന്നൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ ഈ നടുവിൽ നിൽക്കുന്ന ആളാണ് ഹസ്ബൻഡ്. ഓക്കെ, ഈ സാൻഡ്വിച്ചിൻ്റെ രണ്ട് ഭാഗം, അതായത് ഹസ്ബൻഡിനെ നടുവിൽ വെച്ചുകൊണ്ട് സാൻഡ്വിച്ചിൻ്റെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പൂടിക്കിടക്കുന്ന ഈ രണ്ട് ബണ്ണുകൾ എന്ന് പറയുന്നത് ഒന്ന് അമ്മായിയമ്മയും ഒന്ന് ഭാര്യയുമാണ്. ഓക്കെ, അപ്പോൾ ഈ സാൻഡ്വിച്ച് നടുവിൽ കിടക്കുന്ന ഈ സാൻഡ്വിച്ചിൻ്റെ രൂപത്തിലുള്ള ഈ ഒരു പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചാൽ, നടുവിൽ നിൽക്കുന്ന ഈ ഹസ്ബൻഡ് അമ്മായിയമ്മേൻ്റെയും ഭാര്യേൻ്റെയും നടുവിൽ തന്നെ നിൽക്കണം. നടുവിൽ നിന്നുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഉരുട്ടുമ്പോൾ ഈ നടുവിലുള്ള ആള് ഇങ്ങനെ തന്നെ, കണ്ടില്ലേ, ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാർ തമ്മിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നം വരും. അതായത് സാൻഡ്വിച്ച് സ്കില്ല് ഉള്ള ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു കേസ് ഡയറി രൂപത്തിൽ പറയാം. അപ്പോൾ കേസ് ഇങ്ങനെയാണ്: ഒരു ഹസ്ബൻഡും വൈഫും, ഇവർ തമ്മിൽ എന്നും അടിയാണ്. എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, എന്നോടൊന്നും ഷെയർ ചെയ്യാറില്ല. എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉമ്മയും പെങ്ങന്മാരും കഴിഞ്ഞിട്ട് തന്നെ നീ എനിക്കുള്ളൂ. ഇങ്ങനെയൊന്നും ഒരിക്കലും ഹസ്ബൻഡുമാർ പറയാൻ തന്നെ പാടില്ല. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് എന്തായാലും അത് നെഗറ്റീവ് അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ഭാര്യ എന്നോട് പറഞ്ഞത്, ഹസ്ബൻഡിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉമ്മയും പെങ്ങന്മാരും പറഞ്ഞിട്ടല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുക. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പെങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഭയങ്കര കരച്ചിലാണ്. എൻ്റെ ഹസ്ബൻഡുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആയതിനെ കൊണ്ടിട്ട് അവൾ ഞങ്ങളുടെ റൂമിൽ തന്നെ കിടക്കുകയുള്ളൂ എന്നൊക്കെ, എൻ്റെ കാക്കയാണ്, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണേ എന്നൊക്കെ ചോദിച്ച്, ചെറിയ കുട്ടിയാണ്. ആ കുട്ടീനെ അന്ന് പുറത്ത് കിടത്താനൊരു എഫേർട്ടും ഈ ഉമ്മയും പെങ്ങളും ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഫസ്റ്റ് നൈറ്റിൽ ഈ പെങ്ങളുടെ കുട്ടീനെയും കൂടെ കൂട്ടിയിട്ട് അവർ തമ്മിലൊരു ഫസ്റ്റ് നൈറ്റിൻ്റെ ഒരു റൊമാൻസോ സെക്സോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കേസിൽ ഇപ്പം ഞാൻ എങ്ങനെയാണ് സാൻഡ്വിച്ച് സ്കില്ല് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഈ ഹസ്ബൻഡ് ആയിരുന്നു അവിടെ ഈ സ്കില്ല് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ കയറി വന്ന ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കുറേ പ്രതീക്ഷിച്ചു, ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തു, നമ്മൾ തമ്മിലുള്ള ഒരു ഫസ്റ്റ് നൈറ്റ്, ഒരു സംസാരം എന്നൊക്കെ പറയുന്ന ഒരു പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഈ കുട്ടി ഇവിടെ ഉണ്ടായാൽ നമുക്ക് എങ്ങനെ അത് റെഡി ആവണേ എന്നൊന്നും പറയാനുള്ളൊരു സ്കില്ല് കയറി വന്നൊരു പെൺകുട്ടിക്ക് ഉണ്ടാവണമെന്നില്ല. ഹസ്ബൻഡ് ആ ഒരു സ്കില്ല് പ്രയോഗിച്ചിട്ട് സ്വന്തം ഉമ്മേൻ്റെ അടുത്തും പെങ്ങളുടെ അടുത്തും നൈസായിട്ട് കാര്യം പറയും വേണം. അത് പറയുമ്പം അതാ കണ്ടില്ലേ, പെണ്ണ് കയറി വന്നതിന് ശേഷം പെങ്കോന്തൻ എന്നുള്ളൊരു പേര് അവന് കിട്ടാനും പാടില്ല. നൈസായിട്ട് അതെങ്ങനെ പറഞ്ഞ് അവളെ പുറത്ത് കിടത്തി, ആ പെങ്ങളെ മോളെ എങ്ങനെ പുറത്ത് കിടത്തണം എന്നുള്ള ഒരു സ്കില്ല്, ആ ഒരു സ്കില്ല് ഹസ്ബൻഡിന് ഉണ്ടാവണമായിരുന്നു. ഇത് ഒന്നാമത്തെ ഒരു കാര്യം. വേറൊരു വിഷയം, ഇവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവളുടെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ ഉമ്മയും, ഇവൾ പുറത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലും വിളിക്കണം, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാലും വിളിക്കണം, വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയാലും വിളിക്കണം, രാത്രിയും വിളിക്കണം, ഹസ്ബൻഡിനെയും വിളിക്കണം, ഉമ്മേനെയും വിളിക്കണം, ഹസ്ബൻഡിൻ്റെ ഉപ്പേനെയും വിളിക്കണം, പെങ്ങളെയും വിളിക്കണം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എല്ലാവരോടും ചെയ്യുന്നത്. അപ്പം നീ എൻ്റെ ഉമ്മേനെയും ഉപ്പേനെയും അങ്ങനെ വിളിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ഇവൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇവൾ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ പോലും ചിലപ്പോൾ ആഴ്ചയ്ക്കൊക്കെ വിളിക്കലുണ്ടാവുള്ളൂ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ വിളിക്കലുണ്ടാവുള്ളൂ, ഇത് എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഇത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഹസ്ബൻഡിന് അസേർട്ടീവ് സ്കിൽ ഉണ്ടെങ്കിൽ ഹസ്ബൻഡുമാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മേനെ വിളിച്ചിട്ട്, ആ ഉമ്മ ഓൾ എത്തിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഓള് ബസ് കയറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡാണ് പറയേണ്ടത്. നമ്മൾ ഭാര്യ എന്നുള്ള നിലയിൽ നമ്മുടെ ഭർത്താവിനോട് പറയേണ്ട ഒരു കാര്യം നമുക്കുള്ളൂ. ഇമ്പോർട്ടൻ്റ് ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അമ്മായിമ്മേനെയും എല്ലാവരും വിളിച്ച് പറയണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ പറയുമ്പോൾ ആ കുട്ടിക്കും അതിനെ ഒരു കയറി വരുന്ന ഒരു കുട്ടിക്ക് എത്രയായാലും സ്വന്തം വീട്ടുകാരെ പോലെ അമ്മായിമ്മേനെയും അവിടുത്തെ ആൾക്കാരെയും ആരും കാണൂല. എല്ലാവരും പറയും സ്വന്തം ഉമ്മേനെ പോലെയാണ്, സ്വന്തം മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയായാലും കൂറ് സ്വന്തം വീട്ടിലേക്ക് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഈ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ ഹസ്ബൻഡിന്, ഈ ഒരു കേസ് ഡയറിയിൽ ഈ ഹസ്ബൻഡിന് ഒരു സ്കില്ലുണ്ടായിട്ട്, നീ വിളിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം, ഞാൻ പറഞ്ഞോളാം, നീ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിവരം അറിയിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സ്മൂത്ത് ആവുമായിരുന്നു ആ മാരേജ് ലൈഫ്. ഞാൻ കണ്ട വേറൊരു കേസിൽ ഹസ്ബൻഡും ഭാര്യയും തമ്മിൽ തെറ്റിയതിന് ശേഷം സ്വന്തം കുട്ടീനെ, 2 വയസ്സായ കുട്ടീനെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യൻ്റെ വീട്ടിൽ നിൽക്കണം, അതായത് ഹസ്ബൻഡ് ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലെ ഒരു ഫാമിലി കേസാണ്. അപ്പോൾ ഹസ്ബൻഡ് പിണങ്ങിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെറിയ 2 വയസ്സായ കുട്ടീനെ കൊണ്ടുപോയിട്ട് 2 ആഴ്ചത്തോളമായിട്ട് കുട്ടീനെ ഈ അമ്മയിൽ നിന്ന് പിരിച്ചു വെച്ചു. അമ്മേനെ കാണിക്കാനായിട്ട് തന്നെ നിന്നില്ല. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ പറഞ്ഞു, മോളെ നീ ക്ഷമിക്ക്, ഭൂമിയോളം ക്ഷമിക്ക്, പഠിച്ചവന് നമ്മളോട് അങ്ങനെയല്ലേ പറഞ്ഞത്, നീ ക്ഷമിക്ക്, 2 ആഴ്ച ആയി കുട്ടീനെ പിരിഞ്ഞിരിക്കുന്നു, സാരമില്ല, നീ സഹിക്കുക. അവളാണെങ്കിൽ ഈ കുട്ടീനെ കാണാൻ പറ്റാഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഹസ്ബൻഡിന് സ്കില്ലുണ്ടോ എന്ന് വെച്ചാൽ, ഹസ്ബൻഡിൻ്റെ ഉമ്മ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ആലോചിച്ച് പോയി, ഇയാളുടെ തലയിൽ ആൾതാമസല്ലേ. എന്താന്ന് വെച്ചാൽ 2 വയസ്സുള്ള കുട്ടീനെയൊക്കെ സ്വന്തം അമ്മ, എന്തമ്മ ആയിക്കോട്ടെ, വൃത്തികെട്ട അമ്മ ആയിക്കോട്ടെ, ഒന്നും ചെയ്യാത്ത അമ്മ ആയിക്കോട്ടെ, നോക്കാത്ത അമ്മ ആയിക്കോട്ടെ, എത്ര തന്നെ ആയാലും സ്വന്തം അമ്മയിൽ നിന്ന് 2 വയസ്സുള്ള കുഞ്ഞിനെ പിരിയിക്കുക എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് അതിനെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായി ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഈ പെൺകുട്ടീൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞു കൊടുക്കുക, നീ ഭൂമിയോളം ക്ഷമിക്കും.
മതപരമായ ആസ്പെക്റ്റിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യരുത്, നമ്മൾ അങ്ങനെ കണ്ണിങ് ആയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യരുത്. അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന സ്കില്ല്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് റൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കില്ല് ഒരു മാനിപ്പുലേഷനോ നമ്മൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നൈസായിട്ട് അത് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ യുദ്ധം ഒരിക്കലും നിഷിദ്ധമാക്കിയിട്ടില്ല ഇസ്ലാമിലായാൽ പോലും. നമ്മൾ എത്രത്തോളം ക്ഷമിക്കണം. ഈ കുട്ടീൻ്റെ ഉമ്മ നീ മോളെ ക്ഷമിക്കുക പറയുമ്പോൾ ഒരു 2 ദിവസം വരെ വേണമെങ്കിൽ ആ കുട്ടീനെ പിരിഞ്ഞിരുന്ന് ക്ഷമിക്കാം. 2 ആഴ്ചയായിട്ടും വീണ്ടും ക്ഷമിക്കാൻ പറയാമെന്ന് പറഞ്ഞാൽ ആ പാരൻസിൻ്റെ കഥയൊന്ന് ആലോചിച്ച് നോക്ക്. യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണം. നമ്മൾ എത്ര പരിധി വരെ നമ്മൾ ക്ഷമിക്കണം എന്ന് ആരും പറഞ്ഞു കൊടുക്കില്ല. നീ ക്ഷമിക്കണം, നീ കാത്തു നിൽക്കണം എന്നൊക്കെ പറയുമ്പം എത്ര സമയം കാത്തു നിൽക്കണം, എത്രത്തോളം ക്ഷമിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ആലോചിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഈ ഒരു കേസിൽ ഈ പെൺകുട്ടീൻ്റെ പാരൻസ് ആയിട്ടുള്ള ഉമ്മയ്ക്കും ഉപ്പയ്ക്കും തീരെ അസേർട്ടീവ്നെസ് സ്കില്ലില്ല. ഈ ഒരു സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ അവർ മറ്റേ ഇൻലോസിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് തന്നെ ആയാലും ശരി, ഓള് എന്തെങ്കിലും ചെയ്ത് അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ കുട്ടീനെ എങ്ങനെ പിരിയിച്ച് വെച്ച് ഉമ്മേൻ്റെ അടുത്തുനിന്ന് പിരിയിച്ച് വെക്കണത് ശരിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കാനല്ല പറയുന്നത്, ചോദ്യം ചെയ്യാനല്ല പറയുന്നത്. ഒരു ഉമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഭാര്യേൻ്റെ കാര്യം പറഞ്ഞാൽ ഭർത്താവ് പോയിങ്ങാട്ട് എന്താ ഉമ്മ നിങ്ങൾ ഓളോട് അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് ചോദിപ്പിക്കലും ഒന്നും അല്ല അസേർട്ടീവ്നെസ്. അസേർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലേക്ക് നൈസായിട്ട് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഈ പാരൻസിന് അങ്ങനെ ഒരു സ്കില്ലുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിക്കും അങ്ങനെ ഒരു സ്കില്ലുണ്ടാവുമായിരുന്നു. ഈ കുട്ടി ഈ അമ്മയായിട്ട് ഇത്രയും കാലം പിരിഞ്ഞിരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇനി വേറൊരു കേസ് ഉദാഹരണത്തിലേക്ക് കൂടെ കടക്കാം. ഈ കേസിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവർ വളരെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവർ വളരെ പുതിയതായ വീടൊക്കെ എടുത്തതിന് ശേഷം ഭയങ്കരമായി എക്സ്പെക്റ്റൊക്കെ ചെയ്ത ഒരു പരിപാടിയൊക്കെ അവിടെ വെച്ചു. അപ്പോൾ ഇവർ പരിപാടി വെക്കുന്ന സമയത്തിൽ ഇവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പരിപാടി വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ ആയിട്ട് ഇവളുടെ ഉമ്മേനെയും ആങ്ങളമാരെയും ഒന്ന് ഇവിടെ അവളുടെ വീട്ടിൽ, അതായത് അവളുടെ ഹസ്ബൻഡ് എടുത്ത വീട്ടിൽ നിർത്തണം. അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊന്നും വേണ്ട, എൻ്റെ വീട്ടുകാർ മാത്രം, സിബിലിങ്സ് മാത്രമായിട്ട് ഒരു പരിപാടി വെക്കണം. അപ്പോൾ ആ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ കൂടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടി ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഉമ്മേനെ ഹസ്ബൻഡിൻ്റെ തറവാട്ട് വീട്ടിൽ കൊണ്ടാക്കണോ എന്നുള്ള പോലെയൊന്നും അവൾ ചിന്തിച്ചിട്ടില്ല. ഹസ്ബൻഡിൻ്റെ ഉമ്മ അവിടെ നിന്നോട്ടെ. നല്ല അസേർട്ടീവ് സ്കില്ലുള്ള ആളായിരുന്നെങ്കിൽ ഉമ്മേനെ പോലും ശരിക്കും എങ്ങനെയെങ്കിലും നൈസായിട്ട് പറഞ്ഞയച്ചേനെ. എന്താ വെച്ചാൽ അവരൊരു ഫാമിലി ടൈം ആണല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഉമ്മ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഉമ്മേൻ്റെ സിബിലിങ്സ് എല്ലാവരും കൂടി വിളിക്കും. ഇപ്പോൾ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഉമ്മേൻ്റെ വീട്ടുകാരെല്ലാവരും അങ്ങോട്ട് വിളിക്കും. അങ്ങനെ ഒരു ശീലം ഉമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഇവള് പറഞ്ഞ് കാക്ക ഞാൻ ഈ പരിപാടീൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടുകാരൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ ഉമ്മേനോടൊന്നും പറയണം, നിങ്ങളെ വീട്ടുകാരെ നാട്ടുകാരെ ഒന്നും വിളിക്കരുത്. നമ്മൾ മാത്രമായിട്ടൊരു പ്രൈവറ്റ് സംസാരവും കാര്യമൊക്കെ ഉണ്ടായിട്ട് കുറേ ആയി. കാക്കമാർ നാട്ടിൽ വന്നിട്ട് ആകെ നമ്മളായിട്ട് അങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ലല്ലോ. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വിളിക്കാൻ ഞാൻ വിളിക്കട്ടെ. നമുക്ക് 4 റൂമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ 4 റൂമും 4 കാക്കമാർക്കൊക്കെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഇന്ത്യ എന്താ പറയുക, നമ്മൾ മാത്രമായിട്ടുള്ള ഒരു ഇത് മീറ്റിംഗ് പോലെ ഒരു നല്ല രസം ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഭാര്യ ഇതേപോലെ സ്വന്തം വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞു, കാക്കമാരെ ഞാൻ ഇന്ന് ഇവിടെ നിർത്തേണ്ട, ഉമ്മയും ഉപ്പയും നിങ്ങൾ വരണം, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഉമ്മേനോട് ഹസ്ബൻഡ് ഈ കാര്യം എങ്ങനെയാ പറയാമെന്ന് വെച്ചിട്ട് ഉമ്മേനോട് ഈ ഹസ്ബൻഡിന് ഈ കാര്യം പറയാൻ പറ്റിയില്ല. ഉമ്മയാണെങ്കിൽ, അതായത് അമ്മായിയമ്മയ്ക്ക് ഈ കാര്യം മനസ്സിലായില്ല. അമ്മായിയമ്മയാണെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ, ഇന്നലെ പരിപാടി കഴിഞ്ഞല്ലേ ഉള്ളൂ, പിറ്റേ ദിവസം ഇവിടെ പരിപാടിയാണ്. അപ്പം ഉമ്മേൻ്റെ കുടുംബക്കാരെയും വീട്ടുകാരും എല്ലാവരോടും അന്ന് പറഞ്ഞ് നാളെയും കൂടി ഇവിടെ നിന്നിട്ട് പോവുക, ഇവിടെ നാളെ ഓളെ വീട്ടിലുള്ളവരും കൂടെ വരുന്നുണ്ട്, നാളെയും കൂടി നിങ്ങൾ ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി ബാക്കിയുള്ളവരെ. അപ്പോൾ ഒരു 10-20 പേര് ഉമ്മേൻ്റെ ഫാമിലിയിൽ നിന്നും അവിടെ നിന്ന്. ഭാര്യക്കെല്ലാം കൂടെ ഭ്രാന്തായി, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടുകാർ മാത്രമായിട്ട് പരിപാടി വെക്കാന്നുള്ള. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായോ, ഹസ്ബൻഡിന് ഒരു സാൻഡ്വിച്ച് സ്കില്ല് ഉണ്ടായിരുന്നെങ്കിൽ ഹസ്ബൻഡ് അത് ഉമ്മേനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഉമ്മ അതുകൊണ്ടല്ല അങ്ങനെയല്ല ഓൾ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അത് നേടിയെടുത്തിരുന്നെങ്കിൽ എന്ത് സന്തോഷം ഉണ്ടാവുമായിരുന്നു. ഈ കേസിൽ തന്നെ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ, അവൾ എന്നോട് പറഞ്ഞൊരു വേടാ, മിഥുനം പടത്തിലെ പോലെ ആയിരുന്നു ഞങ്ങളുടെ ഹണിമൂണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ലൈഫോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇത്തരത്തിലുള്ള കേസുകൾ ഇതൊന്നും ഒറ്റപ്പെട്ട കേസുകളല്ല കേട്ടോ, ഒരുപാട് കേസുകളുണ്ട് ഇതേപോലത്തെ. വേറൊരു കേസിൽ എന്നോടൊരു ഭാര്യ കംപ്ലൈൻറ്റ് പറഞ്ഞു, മോള് 5 വയസ്സായി, മോൾ
എപ്പോഴും ഞങ്ങളുടെ കൂടെ കിടത്തുക. എന്നിട്ട് ഹസ്ബൻഡ് ഞാൻ സെക്സിന് റെഡി ആയില്ല എന്ന് എപ്പോഴും കംപ്ലൈൻറ്റ് ആയിക്കൊണ്ടിരിക്കും. മോളെ വെച്ചുകൊണ്ട് മോൾ ഉറങ്ങുന്ന കിടക്കുക, ഓള് ചിലപ്പോൾ കണ്ണ് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണൂലെന്ന് വെച്ചിട്ട് എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റില്ല. ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ കുറേ പ്രാവശ്യം പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അമ്മ കുറേ പ്രാവശ്യം ഇവളോട് പറഞ്ഞ്, ഈ ഹസ്ബൻഡിനോട് പറഞ്ഞ്, മോള് ഞങ്ങളെ കൂടെ കിടന്നോട്ടെ, മറ്റുള്ള മക്കളൊക്കെ ഞങ്ങളെ കൂടെയല്ലേ കിടക്കണേ, ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയല്ലേ കിടക്കണേ, അവൾ നമ്മളെ കൂടെ കിടന്നോട്ടെ, ഞങ്ങളെ കൂടെ എന്തിനാണ് കൊണ്ടുപോകണമെന്ന് അമ്മ പോലും പറഞ്ഞ്, ഹസ്ബൻഡിൻ്റെ അമ്മ പോലും പറഞ്ഞ്. എന്നിട്ടും ഹസ്ബൻഡിനോട് ഞാൻ സെഷനിൽ ചോദിച്ചു, എന്താ നിങ്ങൾ മോളെ താഴെ കിടത്താത്ത, നിങ്ങളെ റൂമിൽ 5 വയസ്സായില്ലേ കുട്ടിക്ക്, നിങ്ങളെ റൂമിൽ എന്തിനാണ് കിടത്തുന്നത്? അപ്പോൾ നിങ്ങളെ ഭാര്യ പറയുന്നുണ്ടല്ലോ റൊമാൻസും സെക്സും ഒന്നും കുട്ടി ഉണ്ടായതിനെ കൊണ്ട് എനിക്ക് പറ്റാത്തതെന്ന്. നിങ്ങൾ അതിന് പരാതി പറഞ്ഞ എത്രയേ സ്ഥലങ്ങളിലായി ഇപ്പോൾ അവളെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവന്ന്. അവൾ പറയുന്നുണ്ടല്ലോ അവൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ പറ്റൂല, തോട്ട്സ് വരികയാണ്, സെക്സ് ചെയ്യാൻ പറ്റണില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ കേൾക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയാണ്, അതെങ്ങനെയാ അപ്പോൾ അമ്മേനോടൊക്കെ അങ്ങനെ പറയാം, ഓരെന്താ വിചാരിക്കാന്ന്. അപ്പം തന്നെ ഞാൻ അയാളോട് ചോദിച്ചു, ഓരെന്ത് വിചാരിക്കാൻ, ഇതെല്ലാവരും ചെയ്യുന്ന സാധനമല്ലേ, ഈ സെക്സ് എല്ലാവരും ചെയ്യും, കപ്പിൾസിന് കപ്പിൾ ലൈഫ് ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അമ്മയ്ക്ക് അത് മനസ്സിലായിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് അത് ചോദിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കുട്ടീനെ അവിടെ കിടത്തിയപ്പോൾ അപ്പം എന്നോട് പറയാം, മോള് പറയലുണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാലും എന്നെ അച്ഛൻ കൊണ്ടുപോകണേ റൂമിലേക്ക് എന്ന് പറയലുണ്ട്. ഞാൻ പറഞ്ഞു, 5 വയസ്സായ മോള് പറയുന്ന ആ കാര്യം കേട്ട് എന്ത് കേൾക്കണം കേൾക്കണ്ട എന്നുള്ളത് നിങ്ങൾക്കൊരു ബുദ്ധിയില്ലേ, നിങ്ങളെ കപ്പിൾ ലൈഫ് ഇതിനെ കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ. അതേപോലെ ഈ ഒരു കേസിൽ വേറൊരു ഇഷ്യൂവും കൂടി ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, ഇവർക്കായിട്ടൊരു പ്രൈവറ്റ് ലൈഫ് ഇല്ലയെന്ന്. അപ്പോൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, സിനിമയ്ക്ക് പോവുക പുറത്ത് പോവുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പെങ്ങളെയും മക്കളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുപോകണം എന്നാണ് അവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ പറയുക. അപ്പോൾ ഞാൻ ചോദിച്ച്, ഏട്ടൻ്റെ ഭാര്യ ഏട്ടനും ഒരു പ്രൈവറ്റായിട്ട് പോലുണ്ടോ? ഒരു പ്രൈവറ്റായിട്ട് പോവും, ഒരു സിനിമയ്ക്ക് പോവും, എല്ലാത്തിനും പോവും. അന്നേരം നമ്മളെ മക്കളെയോ നമ്മളെയോ ഒന്നും കൂട്ടില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ അവരെ കൂട്ടാണ്ട് എവിടെയും പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓരങ്ങനെ കാണിക്കണ്ടെങ്കിൽ കാണിച്ചോട്ടെ, എനിക്ക് അങ്ങനെ ഓരോട് കാണിക്കാൻ കഴിയില്ല, ഓരും എൻ്റെ മക്കളല്ലേ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇയാൾക്കൊരു സ്കില്ല് വേണ്ടേ, ഏട്ടൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒരു പോകുന്നുണ്ട്. ഇത് ഒരിക്കലും കുടുംബത്തിനെ തകർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴും സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കപ്പിൾസ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലും സ്കില്ല് ഇത് ഹസ്ബൻഡുമാർക്കാണ് വേണ്ടതെന്ന് ഇത്തരത്തിലുള്ള ഓരോ കേസുകൾ കാണുമ്പോഴും ഇത്തരത്തിലുള്ള സ്കില്ല് കൂടുതൽ ഹസ്ബൻഡിന് വേണ്ടതെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഭാര്യ നിൽക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളതിനെ കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡുമാർക്ക് ഈ സ്കില്ലില്ലാത്തത്. ഒരു കപ്പിൾ ലൈഫിന് ഒരു ഇഷ്യൂ വരുന്ന പല കേസുകളിലും ഇങ്ങനെ ഒരു അസർട്ടീവ്നെസ് സ്കില്ല് ഹസ്ബൻഡിന് ഇല്ലാത്തതിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു നല്ല രീതിയിലേക്കുള്ള അസർട്ടീവ് സ്കില്ല്, കപ്പിൾ സ്കില്ലുകളൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, ഭാര്യക്കോ ഭർത്താവിനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കപ്പിൾ ലൈഫിൽ അതൊരു മെയിൻ വില്ലനായിരിക്കും. അപ്പോൾ ഈ സ്കില്ലുകൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ എവിടെ നിന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ സ്കില്ല് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാർ ചെയ്യും. നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യക്കോ ഇത്തരത്തിലുള്ള സ്കില്ലില്ല, ഇല്ലോസിൻ്റെ അടുത്ത് ചിരിച്ച് കളിച്ച് ഒപ്പിച്ച് കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് നൈസായിട്ട് ഊരാനുള്ള സ്കില്ലില്ല, എപ്പോഴും പേരുദോഷം മേടിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാരൊക്കെ മനസ്സ് ശരിയല്ലെങ്കിൽ കൂടി ചിരിച്ച് കളിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, എനിക്ക് നിങ്ങളെ വീട്ടുകാരെ തീരെ കണ്ടുകൂടാ, എന്നാലും ഞാൻ ഉമ്മേൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ട്. ആ ഒരു സ്കില്ലുണ്ടാവുമല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്തായാൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് ചിരിച്ച് നമ്മളെ പേരിലേക്ക് കുറ്റം വരാത്ത രീതിയിലേക്ക് മാനേജ് ആക്കാൻ ഒരു സ്കില്ല് പെണ്ണിനും ആണിനും വേണം. ഇത് കപ്പിൾ ലൈഫിൽ എന്തായാലും വേണം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഈ ഒരു സ്കില്ലിനെ പറ്റിയും അസർട്ടീവ് സ്കില്ലിനെ പറ്റിയൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ ഡൗട്ടായിട്ട് ചോദിക്കാം. ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ.